അർദ്ധരാത്രിയിൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ കയറി അവിടെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മൃതശരീരത്തിൽ നിന്നും ആ ശരീരത്തെ മൂടി പുതപ്പിച്ചിരിക്കുന്ന തുണി മാറ്റി കഴുത്തിലൊരു കയറിട്ട് കെട്ടി തിരികെ വരണം. സുഹൃത്തുക്കൾ തമ്മിൽ നടത്തിയ ഒരു പന്തയത്തിൻ്റെ കഥയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ അതിന് പകരം കൊടുക്കേണ്ടി വന്നത് ഒരു ജീവനും. കാണാം ഒരു നാൾ ഒരിടത്ത്. വർഷം 1977. കോട്ടയം മെഡിക്കൽ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. പാതിരാത്രി 12 മണിക്ക് കോളേജിലെ മോർച്ചറിയിൽ ഒറ്റയ്ക്ക് കയറണം. ആദ്യം തമാശയായി പറഞ്ഞു തുടങ്ങിയ ഈ സംഭവം പിന്നീടങ്ങ് വലുതായി. അത് വലിയ തർക്കങ്ങളുമായി. ധൈര്യത്തെ ചൊല്ലിയുള്ള പരിഹാസങ്ങൾ തുടങ്ങി വാക്ക് തർക്കവും അടിപിടിയും വരെയായി. അങ്ങനെ ആയപ്പോൾ ബെറ്റ് വെച്ച ആൾ തന്നെ ആ വെല്ലുവിളി സ്വയം അങ്ങ് ഏറ്റെടുത്തു. വെല്ലുവിളി ഏറ്റെടുത്തതോടെ മറുവശത്തുള്ള സുഹൃത്തുക്കൾക്ക് അതൊരു ഈഗോ ഇഷ്യൂ ആയി മാറി. പക്ഷേ വെറുതെ അങ്ങ് പോയി വന്നാൽ പോരാ. അർദ്ധരാത്രിയിൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ കയറി അവിടെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മൃതശരീരത്തിൽ നിന്നും ആ ശരീരത്തെ മൂടി പുതപ്പിച്ചിരിക്കുന്ന തുണി മാറ്റി കഴുത്തിൽ ഒരു കയറിട്ട് കെട്ടി തിരികെ വരണം. അത് പറ്റില്ല എന്നായപ്പോൾ പന്തയത്തിൻ്റെ റൂട്ട് ഒന്നുകൂടി മാറ്റി. അതൊരു പുതിയ വഴിക്ക് നീങ്ങി. പന്തയമേറ്റ ആളുടെ സുഹൃത്തുക്കൾ പകൽ ചെന്ന് ഏതെങ്കിലും ഒരു മൃതശരീരത്തിൻ്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് വെച്ചിട്ടുണ്ടാവും. തെളിവായിട്ട് ആ സിഗരറ്റ് കൊണ്ട് വേണം തിരികെ വരാൻ. ആ സിഗരറ്റിൽ അവരൊരു പ്രത്യേക അടയാളവും നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തീരുമാനത്തിൽ അവർ പകലങ്ങ് പിരിഞ്ഞു. രാത്രി 12 മണിയായി. ബെറ്റ് വെച്ച ആൾ പതുക്കെ മോർച്ചറി ലക്ഷ്യമാക്കി നടന്നു. പുറത്ത് കാവൽക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആളെ പറഞ്ഞു മാറ്റിയെന്നും മദ്യം നൽകി അയാളെ പ്രലോഭിപ്പിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തിയതാണെന്നും പിന്നീട് പറയപ്പെടുന്നു. അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ നേരത്തെ സംഘടിപ്പിച്ചിരുന്ന മോർച്ചറിയുടെ മറ്റൊരു താക്കോൽ കൊണ്ട് ആ മോർച്ചറി തുറന്ന് അയാൾ അകത്ത് കയറി. ആ സമയം അകത്ത് 2-3 മൃതദേഹങ്ങൾ മാത്രമേ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തീപ്പെട്ടി ഉയർച്ച് ഓരോ മൃതദേഹവും മാറി മാറി പരിശോധിച്ചു. അയാളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. നല്ല രാത്രിയാണല്ലോ. സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഒരെണ്ണത്തിൻ്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. അയാൾ പേടിയോടെ ആ സിഗരറ്റ് എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. മൃതദേഹത്തിന് അനക്കമുള്ളതുപോലെ തോന്നുന്നു. മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ചുണ്ടുകൾ പതുക്കെ ഒന്നനങ്ങി. കണ്ണുകൾ വളരെ വേഗത്തിൽ തുറന്ന് കണ്ണുരുട്ടി പല്ലുകൾ കടിച്ച് അലറി. അടുത്ത നിമിഷം അതിലിരുന്ന സിഗരറ്റ് മൃതദേഹത്തിൻ്റെ വായ്ക്കുള്ളിലേക്ക് ചവച്ചിറക്കി. കണ്ട കാഴ്ചയുടെ ഷോക്ക് അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഭയന്ന് മരവിച്ച് ആ മൃതദേഹത്തിനരികിൽ പിടഞ്ഞു വീണ അയാൾ അവിടെ കിടന്നു തന്നെ അവസാന ശ്വാസം വലിച്ചു. കേരളത്തിലെ ആദ്യകാല സൂപ്പർ നാച്ചുറൽ കേസുകളൊന്നാണ് 1977 കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറി കൊലപാതക കേസ്. സാധാരണ രാത്രിയിൽ ആരും പോകാൻ ഒന്ന് ഭയക്കുന്ന മോർച്ചറി പോലുള്ള ഒരു സ്ഥലത്ത് നടന്ന മരണമായതുകൊണ്ട് പത്രങ്ങളൊക്കെ ഈ കേസ് വലിയ ആഘോഷമായിട്ടാണ് അന്ന് കണ്ടത്. ഈ കേസിലെ ഊഹങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ആയുസ് വളരെ കുറവായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആ ബെറ്റിലെ മറ്റേ കക്ഷി തന്നെയായിരുന്നു വില്ലൻ. തമാശയ്ക്ക് സുഹൃത്തിനെ ഒന്ന് പേടിപ്പിക്കാനായി അവിടെ കിടന്ന മൃതദേഹം എടുത്തു മാറ്റി ആ സ്ഥാനത്ത് കയറി കിടന്ന അയാളാണ് സിഗരറ്റ് വിഴുങ്ങിയത്. പക്ഷേ പേടിച്ച് മരിക്കുമെന്ന് മാത്രം അവൻ കരുതിയില്ല. എങ്കിലും കുറ്റം തന്നെയാണല്ലോ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത് കോടതി അയാളെ അന്ന് ശിക്ഷിച്ചു. ഈ സംഭവത്തെ ആസ്പദമാക്കി 1983 ഇറങ്ങിയ മലയാള ചിത്രമാണ് ബേബിയുടെ മോർച്ചറി. പ്രേം നസീറും മധുവും ശ്രീവിദ്യയും ശങ്കറും ദാമുവും ക്യാപ്റ്റൻ രാജുവും അഭിനയിച്ച ഈ ചിത്രത്തിന്റെ പേരിലാണ് സത്യത്തിൽ ഇന്നും ഈ കേസ് ഓർമ്മിപ്പിക്കപ്പെടുന്നത്.